أشهد أن عليا ولي الله أشهد أن عليا حجة الله കേരളത്തിലെ സൂഫി ഇടപെടലുകൾ നമ്മുടെ നിലപാടുകളെ രൂപപ്പെടുത്തിയ വിധത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മുസ്ലിം എന്ന നിലയ്ക്ക് ഒരു പശ്ചാത്തലം ഇവിടെ ഒരുങ്ങണം. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ പശ്ചാത്തലമാണ്, തസവൂഫിന്റെ പശ്ചാത്തലമാണ്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയാണ് മഖ്ദൂം ഈ നാട്ടിൽ, ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സമൂഹത്തെ സമരസജ്ജമാക്കുന്ന അഥവാ ജിഹാദുൽ അസ്ഗർ എന്ന് പറയുന്നത് അക്ബറിന്റെ ഫൗണ്ടേഷനിൽ തുടങ്ങുന്ന ഒരു സംവിധാനമായിട്ടാണ് മഖ്ദൂം നമ്മുടെ നാടിനെ പാകപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ പാരമ്പര്യത്തെ പാകപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ ശൈലികളെ പാകപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയാണ് നമ്മളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതും അഭിമാനകരമായ ഒരു അസ്തിത്വം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ മാല, മൗലിദ്, റാത്തീബുകൾ ഇങ്ങനെയുള്ള നമ്മുടെ പാരമ്പര്യ ഇസ്ലാമിന്റെ അടയാളങ്ങളെ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തി. ഇപ്പോൾ മങ്കൂസ് മൗലിദ്, കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മൗലിദാണ് മങ്കൂസ് മൗലിദ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ മങ്കൂസ് മൗലിദ് മഖ്ദൂമിങ്ങളാൽ വിരചിതമായി എന്നതിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷത്തിന് തർക്കമില്ലാത്ത വിഷയം. ഏത് മഖ്ദൂം രചിച്ചു എന്നതിന് ചരിത്രകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കിക്കാറുണ്ടെങ്കിലും മഖ്ദൂമിങ്ങളാൽ വിരചിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ മാലകൾ, ഖാദി മുഹമ്മദ് നമ്മള് ഖുത്ബത്തുൽ ജിഹാദിയയുടെ പേരിൽ, ഫതുഹുൽ മുബീന്റെ പേരിൽ, രണ്ട് സമരഗ്രന്ഥങ്ങളുടെ പേരിൽ അദ്ദേഹം പലപ്പോഴും പലരാലും ആഘോഷിക്കപ്പെടാറുണ്ട്. പക്ഷെ ആരാണ് ഈ ഖാദി മുഹമ്മദ്? ഖാദി മുഹമ്മദ് എന്ന് പറയുന്നത് ഖാദിരി ത്വരീഖയിൽ കേരളത്തിലെ മുസ്ലിം സാധാരണക്കാരെ പാകപ്പെടുത്തിയെടുക്കാൻ, കേരളത്തിലെ മുസ്ലിം സാധാരണക്കാർക്കിടയിൽ ആരാണ് ഷെയ്ഖ് ജിലാനി എന്ന് കൃത്യമായി വരച്ചിടാൻ കാവ്യ ശൈലി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള, അതും ജനകീയമായ കാവ്യശൈലി ഉപയോഗിച്ചിട്ടുള്ള മഹാജ്ഞാനിയായിരുന്നു ഖാദി മുഹമ്മദ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നവോത്ഥാന നായകൻ വന്നു എങ്കിൽ മഖ്ദൂമിങ്ങൾക്ക് ശേഷം എടുത്തു പറയാവുന്ന ഒന്നാമനാണ് കോഴിക്കോട് കുറ്റിച്ചിറയിലെ ഷെയ്ഖ് ജിഫ്രി. കേരളത്തിൽ ലോകത്തുടനീളം സാധാരണക്കാരായ മനുഷ്യരിലെ ആത്മീയമായ ഒരു പശ്ചാത്തലം ഒരുക്കിയ ഒരു സംഭവമാണ് അബ്ദുല്ലാഹി ഹദ്ദാദിന്റെ ഹദ്ദാദ് റാത്തീബ്. ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത് സാധാരണക്കാരെ ഇൽമിലേക്ക്, ആത്മീയതയിലേക്ക്, ദിക്റിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഹദ്ദാദ് റാത്തീബ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ഓരോ മഹല്ലുകളിലും ഓരോ സാധാരണക്കാരനും ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഹദ്ദാദ് പതിവാക്കുന്ന വിധത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലം കൊണ്ടുവന്നിട്ടുള്ള കേരളം കണ്ട മനുഷ്യനാണ് അബ്ദുല്ലാഹി ഹദ്ദാദിന്റെ മുരീദന്മാരിൽപ്പെട്ടിട്ടുള്ള മഹാനായ ഷെയ്ഖ് ജിഫ്രി. അബ്ദുല്ലാഹി ഹദ്ദാദിന്റെ പ്രമുഖരായ രണ്ട് ശിഷ്യർ, അദ്ദേഹത്തിന്റെ മക്കളാണ് ഹസൻ ബിൻ അബ്ദുല്ലാഹി ഹദ്ദാദ്, ഒന്ന് അബ്ദുറഹ്മാൻ ബിൻ അബ്ദുല്ലാഹി ഹദ്ദാദ്. ഇവർ രണ്ടുപേരും ഹദ്ദാദ് മഹാന്മാരായ സൂഫികളായിരുന്നു, ബാലവി തുരീഖയുടെ മഹാന്മാരായിരുന്നു. ഷെയ്ഖ് ജിഫ്രിയുടെ ഉപ്പയുടെ ഉപ്പയും അബ്ദുല്ലാഹി ഹദ്ദാദിന്റെ മുരീദന്മാരാണ്. അതേപോലെ തന്നെയാണ് ഷെയ്ഖ് ജിഫ്രി എന്ന് പറയുന്നത് കേരളത്തിൽ ഹദ്ദാദ് റാത്തീബ് നേരിട്ട് കൊണ്ടുവരികയും ഇവിടെ അതിന്റെ ഒരു ജനകീയത എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചു. അഥവാ സാധാരണക്കാരായ ആളുകളെ ആത്മീയതയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഒരു സംവിധാനത്തിന് ഷെയ്ഖ് ജിഫ്രി ഇവിടെ തുടക്കം കുറിച്ചു. അദ്ദേഹത്തിന്റെ മുരീദന്മാരെടുത്തു കഴിഞ്ഞാൽ അറിയാം. മമ്പുറന്തങ്ങൾ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന സമരങ്ങളുടെ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിട്ട് വാഴ്ത്തപ്പെടുന്നയാളാണ്. സത്യത്തിൽ മമ്പുറന്തങ്ങൾ കേരളത്തിൽ വരുന്നത് തന്റെ ഷെയ്ഖായിട്ടുള്ള, തന്റെ ഗുരുവര്യരായിട്ടുള്ള, തന്റെ മാതുലനായിട്ടുള്ള ഷെയ്ഖ് ജിഫ്രിയെ കാണാൻ വേണ്ടിയാണ്. ഷെയ്ഖ് ജിഫ്രിയുടെ ശിഷ്യത്വം സ്വീകരിക്കാനും ഷെയ്ഖ് ജിഫ്രിയുടെ കൂടെ സഞ്ചരിക്കാനും വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിനു വേണ്ടി കൂടിയാണ് മമ്പുറന്തങ്ങൾ കേരളത്തിലെത്തുന്നത്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ അഹ്ലു ബൈത്ത് ആളുകൾ അല്ലെങ്കിൽ പരിശുദ്ധ പ്രവാചകന്റെ ബ്ലഡ് റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട് എന്നതിലുപരി അവർക്ക് അമാനുഷികമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുകൂടി അവർ വിശ്വസിക്കുന്നു. അവർക്കൊരിക്കലും തെറ്റുകൾ പറ്റാറില്ല. അവര് ദൈവികപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് അഹ്ലു ബൈത്തിൽപ്പെടുന്ന ആളുകളെ കുറിച്ച് ഷിയാക്കള് വ്യാഖ്യാനിക്കുന്നത്. മഷ്റൂഖ് മാട്ടൂലാണ്. ഇന്നലെയാണ് എൻ്റെ അടുത്ത പ്രദേശമായ പുതിയങ്ങാടിയിൽ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വന്നത്. പഴം കടലിലേക്ക് എറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വന്നത്. പലരും ചിന്തിക്കുന്നുണ്ടാവും പഴം എന്തിനാണ് കടലിലേക്ക് എറിയുന്നത് എന്ന്. ഏതായാലും അത് പതിറ്റാണ്ടുകളായിട്ട് പുതിയങ്ങാടി പ്രദേശത്ത് നടക്കുന്ന ഒരു നേർച്ചയാണ്. അപ്പോൾ അങ്ങനെ കടലിലേക്ക് പഴമെറിഞ്ഞാൽ, പാണക്കാട് തങ്ങന്മാർ പഴമെറിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് മീനുകൾ വരും. ഇനിയുള്ള കാലത്ത് അവിടെയുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ പട്ടിണിയൊക്കെ മാറും, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി വരുമെന്നൊക്കെയാണ് അവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ഒരു വിശ്വാസം.
പഴയ കാലത്തൊക്കെ പ്രചരിച്ച നമ്മുടെ വലിയമ്മമാരൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടെ പാടിയൊരു പാട്ടായിരുന്നു പക്ഷിപ്പാട്ട്. പിൽക്കാലത്ത് ഉലമാക്കൾക്ക് അതിൽ ഇടപെട്ടു. ഈ പക്ഷിപ്പാട്ടിലൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറയുന്ന ചില വിശേഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ പലപ്പോഴും ചില ഷീഈ വിശ്വാസങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിലേക്കൊക്കെ കടന്നു വന്നതായി നമുക്ക് കാണാം. അത്തരം ഗാനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ചെറിയ തോതിൽ ഈ സമൂഹത്തെ ഷീഇസം അറിയും ഞാൻ, എന്നിട്ടും നിന്റെ നബീനെ ഞാൻ കണ്ടില്ല. അപ്പൊ ബിലാലിനോട് പറയാം, നിന്റെ നബീനെ എനിക്ക് അറിഞ്ഞുകൂടാവേ, പോടാ. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു നാണിച്ചു പോന്നു. അടുത്ത സ്റ്റെപ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ തട്ടും. അപ്പൊ റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോയത്തം ചെല്ലല്ലേ ഉമറെ, ആ പക്ഷീനെ കൊന്നു കഴിഞ്ഞാൽ ഈ പക്ഷിയുടെ സങ്കടം തീരൂ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പോയി പക്ഷീനെ വിളിക്കുകയാണ്. അപ്പൊ ഈ പക്ഷി ബിലാലിനോട് പറഞ്ഞ അതേ മറുപടി, നിന്റെ ഖോജ റസൂലുള്ളാഹിനെ ഞാൻ അറിയില്ല ഉമറെ. അപ്പോ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ പക്ഷിയോട് മറുപടി പറയാണ്, എന്നോട് നീ ചൊന്ന വാർത്തകൾ ഇപ്പം താൻ മക്കത്താലിയാർ ഈ വാർത്തകൾ കേട്ടെങ്കിൽ നിശ്ചയം ദുൽഫുഖാർ വാളിന്നീരയാക്കും. അപ്പോൾ പറയുന്നു അപ്പക്ഷി താനുമേ പോടുങ്കിൽ എന്നോട് വകുപ്പൊന്നും ചൊല്ലാതെ മക്കത്താലിയെ അറിയും ഉമറെ ഞാൻ. മുഹമ്മദ് നബീനെ ഞാൻ അറിയൂല, മക്കത്തെ അലീനെ ഞാൻ അറിയും. എന്താ അതിന്റെ അർത്ഥം? റസൂലുള്ളാഹിനേക്കാൾ വലിയ ആളായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചിത്രീകരിക്കും. എന്നിട്ടോ അപ്പൊ റസൂലിന്റെ അടുത്ത് നിന്ന് മറുപടി പറഞ്ഞപ്പോൾ റസൂൽ പ്രാർത്ഥിക്കണം, പടച്ചോനെ എന്റെ മരുമോൻ അലി പിന്നെ മിസ്രിൽ യുദ്ധത്തിന് പോയേക്കാനുള്ള പടച്ചോനെ ഒരുപാട് ദൂരം ഉണ്ടല്ലോ, അവനൊന്ന് വന്നിരുന്നെങ്കിൽ ഇന്ന് ദുആ ചെയ്ത്. ഞാൻ ചുരുക്കി പറയട്ടോ, ഇത് മൊത്തം പാടാൻ നിന്ന നാളെ എനിക്ക് പരിപാടി ഉണ്ട്. അപ്പോ റസൂലിനെ പ്രാർത്ഥിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. ചാടി, മൊത്തം സ്വപ്നമാണല്ലോ, ചാടി എണീച്ചിട്ട് ദുൽ കുതിരനോട് പറഞ്ഞു, സുബഹിക്ക് മുമ്പ് മദീനത്ത് എത്തിയില്ലേ നിന്നെ ഞാൻ തട്ടും. അപ്പൊ ഇത് അള്ള കേട്ടിട്ട് അള്ള ജിബ്രീലിനോട് പറയും, ഭൂമി വേഗം ചുരുക്കി കൊടുത്തത് അലിയാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഭൂമി ജിബ്രീൽ അലൈഹിസ്സലാം ചുരുക്കി കൊടുത്തു. സുബഹിക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനത്തെത്തി. ഇപ്പൊ സംഗതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കൂടെ വന്നില്ലെങ്കിൽ ആ പക്ഷീനെ ഞാൻ തട്ടിക്കളയും. റസൂലുള്ളാഹി മിണ്ടിയില്ല. ബിലാലും ഉമറും പറഞ്ഞപ്പോ പോയത്തോന്ന് പറഞ്ഞ റസൂലുള്ളാഹി മിണ്ടിയില്ല. മാത്രല്ല ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നെ കുതിരയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, സുബഹി തൊഴുതുവാൻ എത്തിയിട്ടതില്ലെങ്കിൽ അള്ളാണ്, അള്ളാന്റെ ഈ റസൂൽ നബിയാണ്, നിശ്ചയം ദുൽഫുഖാർ വാളിന്നീരയാക്കും. പച്ചയായ ശിർക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ മേലെ ഇടക്ക് വെച്ചു കൊടുത്തു മുസ്ലിംമാര്. അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ നബിയാണ്, അള്ളാഹുവല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യൽ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ആർക്കിട്ട് പണിതു? അലി റളിയല്ലാഹു അൻഹുവിന് പണിതു. നിഷ്പക്ഷമായി ആ വിഷയം വീക്ഷിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സ്വാധീനം വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്കൊക്കെ മുന്നറിയിപ്പോട് കൂടെ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അതുപോലെ ഇക്കാര്യത്തിൽ നിന്ന് ഇപ്പോൾ നമ്മളറിയാം, ഉദാഹരണമായിട്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു പേർഷ്യൻ ആർക്കിടെക്ട് അത് കൊണ്ടോട്ടി പള്ളിയാണ്. ഈ നമ്മളറിയാം കുബ്ബപ്പള്ളി എന്ന് പറയുന്ന ആ പള്ളിയാണ് പേർഷ്യൻ രീതിയിൽ ആദ്യമായി ഉണ്ടാക്കുന്നത്. അതുപോലെ പേർഷ്യൻ വാക്കുകൾ കേരളത്തിൽ പഴയ കാലത്ത് തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ പേർഷ്യൻ, ഇപ്പോൾ ബാങ്ക് നമ്മൾ ബാങ്ക് വിളി ഉണ്ടല്ലോ, ഈ ബാങ്ക് വിളി എന്നുള്ള ബാങ്ക് എന്ന പദം ഏത് ഭാഷയാണ്? പേർഷ്യൻ ഭാഷയാണ്. അതുപോലെ ചീരിണി, നമ്മൾ ഉറൂസ് എന്ന പദം ഉറൂസ് അറബിയിലും ഉപയോഗിക്കുന്നു, പേർഷ്യയിലും. അറബിയിൽ മാത്രമല്ല, അറബിയിലും പേർഷ്യൻ ഭാഷയിലും ഉറൂസ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ചീരിണി ഷീരീൻ എന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് അത് വന്നത്. അതുപോലെ തന്നെ ഉറുമാൽ, ഉണ്ടല്ലോ ഉറുമാൽ, ടവല് കെട്ടുന്നതിന് ഉറുമാൽ കെട്ടുക എന്ന് പറയും. ഉറുമാൽ അറിയോ സാബിക്കറിയാം, ടവല് കെട്ടുന്നതിന് ഉറുമാൽ എന്ന് പറയും. ഉറുമാൽ കെട്ടിയവർ അവസാനിക്കുമ്പോൾ ഇതൊക്കെ അവസാനിക്കുന്നൊക്കെ പഴയ കാലത്ത് പരിഹസിച്ച് പറയാറുണ്ട്. അപ്പൊ ഈ ഉറുമാൽ എന്ന പദം ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇത് പേർഷ്യൻ ഭാഷയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ പള്ളി ദർസുകളിൽ പഠിക്കുന്ന ചില നഹ്വിന്റെ കിതാബുണ്ട്. അപ്പൊ അതിൽ പോലും ചിലപ്പോൾ പേർഷ്യൻ ഭാഷയുണ്ട്. സറോഹു അസ് ഇസ്ബാത്ത് സറോഹുവ എന്നൊക്കെ പറഞ്ഞാൽ, അസ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഭാഷയാണ്, സറോഹുവ അത് ഒരു പേർഷ്യൻ ഭാഷയാണ്. അപ്പം അവരുടെ സ്വാധീനം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഇത് പറയുമ്പോൾ ഇതൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച്, അതെ പേർഷ്യ എന്ന് പറയുന്നത് ഇറാൻ. അതെ അതെ, ഈ കൊണ്ടോട്ടി തങ്ങന്മാർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് ടിപ്പു സുൽത്താനാണ്, മൈസൂർ സുൽത്താൻമാരാണ്. എന്തുകൊണ്ടാണ് മൈസൂർ സുൽത്താൻമാർ ഇത് ചെയ്യാൻ കാരണം? ഈ ടിപ്പു സുൽത്താന്റെ സൈനികരുടെ കൂട്ടത്തിൽ മീർ ജാഫർമാരും മീർ സാദിഖുമാരും ഒക്കെ ഉണ്ടായിരുന്നു, അഥവാ ഷീഇ ഏജന്റുമാരുണ്ടായിരുന്നു. അപ്പം ഷിയാക്കളിൽപ്പെട്ട പലരും സുന്നി ഭരണത്തിന്റെ കൂട്ടത്തിൽ മന്ത്രിമാരായും അതുപോലെ തന്നെ സഹായികളുമായി വന്നതുകൊണ്ട് തന്നെ അവരൊക്കെ പല പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ചെയ്തിട്ടുണ്ട്. ആരാണ് ഷിയാക്കൾ? അത് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം. അതിന്റെ ഒരു വ്യക്തത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഇറാനിൽ ബാബ ഷുജാ എന്ന പേരിൽ അബൂലുലുഅത്ത്, ആരാണ് അബൂലുലുഅത്ത്? ഉമർ റളിയല്ലാഹുവിനെ കുത്തിക്കൊന്ന, നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിനെ കുത്തിയ അബൂലുലുഅത്ത് എന്ന മജൂസിയായ ആളുടെ പേരിൽ ബാബ ഷുജാ അടിമയായിരുന്നു അദ്ദേഹം. അബൂലുലുഅത്ത് യഥാർത്ഥത്തിൽ മജൂസിയാണ്, തീ ആരാധകനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ മക്ബറ കെട്ടി പൊന്തിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ കൊന്നു എന്നതാണ് അതിന്റെ ഒരു അടിസ്ഥാനം. ബാബ ഷുജാ, ധീരന്മാരുടെ ബാപ്പ എന്നാണ് അദ്ദേഹത്തിന് സ്ഥാനപ്പേരിട്ട് കൊടുക്കുക പോലും ചെയ്തത്. ഇങ്ങനെ ഈ നിലക്ക് പല പല കാര്യങ്ങളും സ്വാഭാവികമായും സുന്നികൾക്കെതിരെ നടത്തുന്ന ഒരു വിഭാഗമാണ് ആര്? ഷിയാക്കൾ.
ലോകത്താദ്യമായി ഖബറിന് മേൽ എടുപ്പുണ്ടാക്കി ദർഗ എന്ന സംസ്കാരം ഈ ഉമ്മത്തിൽ തുടക്കമിട്ടത് ഷിയാക്കളായിരുന്നു. ഹിജറ 300-കളിൽ ഇറാഖിൽ ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ വ്യാജമായി ഉണ്ടാക്കിയ ദർഗ, അതാണ് ഈ ഉമ്മത്തിൽ ഉണ്ടായി വന്ന ഒന്നാമത്തെ ദർഗ എന്ന് തർക്കമില്ലാത്ത ചരിത്രമാണ്. ധാരാളം ഹദീസുകൾ ഫളാഇൽ പറയാൻ, നബി കുടുംബത്തിന്റെ പോരിശ പറയാൻ, ഹറാമുകളെ ഹലാലാക്കി മാറ്റാൻ, ശിർക്കിനെ തൗഹീദാക്കി മാറ്റാൻ ലക്ഷക്കണക്കായ ഹദീസുകളാണ് ഷിയാക്കൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്. പരിശുദ്ധ പ്രവാചകന്റെ കാലത്ത് അവിടുന്ന് അലി ബിൻ അബി ത്വാലിബിനടുത്ത് ഖലീഫയായി നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു കൽപ്പന ലംഘിച്ചുകൊണ്ട്, ഈ ഒരു ആജ്ഞയെ നിരസിച്ചുകൊണ്ട്, ഈ ഒരു ആവശ്യത്തെ നിയമനത്തെ നിരസിച്ചുകൊണ്ട് അലി ബിൻ അബി താലിബിനെ മറികടന്ന് ഖലീഫമാരായിട്ടുള്ള മുതിർന്ന ഖലീഫമാരായിട്ടുള്ള അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്ന് പറയുന്ന, അതുപോലെ പരിശുദ്ധ പ്രവാചകന്റെ പ്രിയതന്യ ആയിഷ ബീവിയൊക്കെ ഈ ഒരു ലിസ്റ്റിൽ വരുന്നതാണ്. ഇവരൊക്കെ ഷിയാക്കളുടെ കണ്ണിൽ, കാഴ്ചപ്പാടിൽ അവർ മുസ്ലിങ്ങളല്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം, അല്ലെങ്കിൽ അവർ കപട വിശ്വാസികളാണ് എന്നുള്ളതാണ്. അതായത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പരിശുദ്ധ പ്രവാചകന്റെ ഒരു നിയമനം, ഒരു ആജ്ഞയെ അനുസരിക്കാത്ത ഈ കൂട്ടര് അവര് മുസ്ലിങ്ങളല്ല, അല്ലെങ്കിൽ കപട വിശ്വാസികളാണ് എന്നുള്ളതാണ് വാദം. ഇന്ന് മീഡിയകൾ ഉണ്ടായതുകൊണ്ട് കൊണ്ടോട്ടി നേർച്ചയുടെ പ്രാധാന്യം ആ ലോക ജനതയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള കൂടി ഒരു കടമയും ഒരു കർത്തവ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതാണ് സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ പ്രവർത്തനത്തിന്റെ മേഖലകൾ. ഇപ്പോൾ അതിന്റെ പ്രസിഡന്റാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ. അതുപോലെ അതിന്റെ വടകരത്തെ പിന്നെ താലൂക്ക് പ്രസിഡന്റാണ്, സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റാണ് മുസ്തഫ ഖാദിരി എന്ന് പറയുന്നത്. അതേപോലെ മലപ്പുറം ജില്ലയുടെ വൈസ് പ്രസിഡന്റാണ് പിന്നെ അഷ്റഫ് പാടപ്പുറം. അതേപോലെ മലപ്പുറം ജില്ലയുടെ മറ്റൊരു വൈസ് പ്രസിഡന്റാണ് പിന്നെ അതുപോലെ ഇത് ഇവിടെ കൂടിയത് മുഴുവനും പിന്നെ സംസ്ഥാനതല ജില്ലാ നേതാക്കളാണ്. പിന്നെ അവരിൽ ഏറെപ്പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ മറ്റുള്ളവയെ പങ്കുചേർക്കുന്നവരായി കൊണ്ടല്ലാതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല മതപ്രഭാഷണ പോസ്റ്ററിലും കാണുന്ന പദപ്രയോഗമാണ് സലാത്തീങ്ങളും സൂഫി വര്യന്മാരും പങ്കെടുക്കുന്നു എന്ന്. എന്താണ് സൂഫി മാർഗങ്ങൾ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള വഴി എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേരിൽ കടത്തിക്കൂട്ടപ്പെട്ട വ്യാജ ഭക്തി പ്രസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ തസവുഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമായി ശരിയായ പാതയെ സ്വീകരിച്ചുകൊണ്ട് വന്നവരാണെങ്കിലും പിന്നീട് അത് വഴിമാറി സഞ്ചരിക്കുകയും വ്യത്യസ്തങ്ങളായ ഭക്തി വഴികൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പുതിയ നിസ്കാരങ്ങൾ, പുതിയ നോമ്പുകൾ, പുതിയ ദിക്റുകൾ, പുതിയ ത്വരീഖത്തുകൾ, ഷെയ്ഖുമാർ, മുരീദുമാർ തുടങ്ങി ധാരാളം തെറ്റായ വശങ്ങൾ ഉണ്ടാവുകയും ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ത്വരീഖത്തിലെ ഷെയ്ഖുമാരാണ് എന്നുവരെയുള്ള കുഫറും ശിർക്കും ഉൾക്കൊള്ളുന്ന വിശ്വാസം വരെ പ്രചരിപ്പിക്കുന്നതാണ് തസവുഫ്. ആ തസവുഫിന്റെ മാർഗവുമായി വിശ്വാസികൾക്ക് ബന്ധപ്പെടാൻ വഴിയില്ല എന്ന് തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.